ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ തനയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നനച്ചു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തനയെല്ലാം നനച്ച് സെറ്റ് ചെയ്യാണ്. ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് തന മുളച്ചൊന്ന് സെറ്റായിട്ട് വന്നത്. പക്ഷേ എല്ലാ വശത്തും തന കാണാൻ പറ്റുന്ന പോലെ തന്നെ എല്ലാ വശത്തും കറക്റ്റായിട്ട് മുളച്ചില്ല. കണ്ടോ, കുറേ ഭാഗത്ത് തന മുളയ്ക്കാതെ നിന്നു, കുറേ ഭാഗത്ത് നന്നായിട്ട് മുളച്ചിട്ടുണ്ട്, കുറേ ഭാഗത്ത് നന്നായിട്ട് മുളയ്ക്കാണ്ട് നിന്നു. ഇതേ മുകൾ വശത്തൊന്നും നന്നായിട്ട് മുളച്ചില്ല. അപ്പോൾ നമ്മുടെ തന മുളയ്ക്കാത്ത ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ അറക്കപ്പൊടി, ചെറിയ നൈസ് പൊടി ഇട്ട് ഇതുപോലെ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വെച്ച് തന്നെയാണ് ഈ പുൽക്കൂടും അതുപോലെ തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് പാരീസ് വെച്ച് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ എടുക്കാഞ്ഞത്, അതിൻ്റെ വീഡിയോ ചെയ്യാഞ്ഞത്. അത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്ലാസ്റ്റിക് പാരീസ് ഒന്നുകൂടി നമ്മളൊന്ന് കുറച്ചും കൂടി പ്ലാസ്റ്റിക് പാരീസ് വെച്ച് ആ ഒരു കളറ് വൈറ്റ് മാത്രം നിലനിർത്താൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചു. വേറെ ഒന്നും അതിനകത്ത് ചെയ്തില്ല. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ പുല്ലില്ലാത്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ അറക്കപ്പൊടി വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു വൃത്തിയേട് മാറാനും കുറച്ചൊന്ന് സെറ്റായിട്ടിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് അറക്കപ്പൊടി ഇട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ അറക്കപ്പൊടിയിൽ വേണമെങ്കിൽ പച്ചപ്പ് ഇട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്തില്ല. അത്രയും മതി. നമ്മൾ പച്ചപ്പിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഓവറായിട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഒന്നും ചെയ്യാത്തത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒന്ന് ഉറപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല. ആ ഒരു വീടുകൾ ഇളകിപ്പോയായിരുന്നു, പക്ഷേ നമ്മളത് പല പല ഭാഗങ്ങളിലായിട്ട് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. രാത്രിയിലത്തെ വിഷ്വൽ ഇതിങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു പുൽക്കൂടുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ സ്ഥിതി ഇതാണ് നമ്മുടെ പുൽക്കൂട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.